ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് സുപ്പുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മഷ്റൂം റോസ്റ്റാണ്. ഇത് ചപ്പാത്തിയിലേക്കും വെള്ളയപ്പത്തിലേക്ക്, അതുപോലെ തന്നെ പത്തിരി, പൊറോട്ട ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിലേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മഷ്റൂം നമ്മൾ സാധാരണ ഇപ്പോൾ ഈ എന്താണ് പറയുക, ബിസിനസ്സായിട്ട് ആളുകളൊക്കെ നടത്തുന്ന മഷ്റൂം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് നമ്മൾ ഇപ്പോൾ ഈ ബേക്കറി സൂപ്പർ മാർക്കറ്റുകളിലും പച്ചക്കറി കടകളിലൊക്കെ നമുക്ക് പാക്കായിട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതല്ല നടത്താം. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഈ പഴമക്കാർ പറയും ഇടി വെട്ടിയാലാണ് കൂണ് മുളക്കിയെന്നത്. അപ്പം ഇങ്ങനെ ഇടി വെട്ടി കഴിഞ്ഞിട്ട് വെച്ചാൽ ഞങ്ങളൊക്കെ പറമ്പുകളിലൊക്കെ ഇങ്ങനെ നടക്കും, കൂണ് മുളച്ച് പൊന്തിയിട്ടുണ്ടോ എന്നുള്ളത്. എന്താ പ്രതിഭാസം എന്നറിയില്ല, എന്തായാലും നല്ല കുട പോലത്തെ കൂണുകൾ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് നല്ല അടിപൊളി കറി വെച്ച് തരും ചെയ്യും. അപ്പോൾ ഇപ്പം ഇങ്ങനത്തെയുള്ള എല്ലാ കറികളും എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ അറിയുന്നതും അതുപോലെ തന്നെ ഇതിനോടുള്ളൊരു കമ്പുണ്ടായിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയാണ്, അമ്മയും അച്ഛനും. കാരണം ഞങ്ങൾ തിരിച്ച് കടിക്കാത്ത എന്തും കഴിച്ചിരിക്കണം എന്നാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരുവിധം എല്ലാ ഐറ്റംസും അച്ഛനും വീട്ടിലേക്ക് കൊണ്ടുവരും ചെയ്തായിരുന്നു. ഇങ്ങനെ നോണായിട്ടുള്ളതും വെജായിട്ടുള്ളതൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ അത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും ചെയ്തിരുന്നു. ഇതെങ്ങനെയാണ് നന്നാക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തൊരു തോല് പോലെ ഉണ്ടായിരിക്കും, അത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കണം. ഞാൻ ഈ കാണിക്കുന്നത് പോലെ. ഇനി ഇങ്ങനെ തോല് മുറിച്ച് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഇത് വളരെയധികം ചെറിയൊരു കൂണാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നുള്ളി, ഇപ്പം നമ്മൾ ചെറിയ വെളുത്തുള്ളി നന്നാക്കിയ പോലെ ഉണ്ട് ഇപ്പോൾ കാണുമ്പോൾ. നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് കഴുകണം, ചൂടുവെള്ളത്തിൽ തന്നെ ഇടണം. അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായി ഇതിലേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ വയ്ക്കുക, സ്റ്റൗ കത്തിക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിതിൽ വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂട്ടി. പക്ഷേ സൺഫ്ലവർ ഓയിൽ കൂട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും 2 ഓയിൽ മിക്സ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ ഞാൻ അബദ്ധവശാൽ ചേർത്തതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രം എടുത്താലും മതി, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഏതാണ് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആ എണ്ണ യൂസ് ചെയ്യുക. ഒന്നിനും സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ ഓവറും ഓയിൽ ഉണ്ടാക്കിയാൽ അത്ര രസം ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാനിവിടെ ഇത് 2 ഉപയോഗിച്ചിട്ടുണ്ട്, കുറേശ്ശെ എടുത്തിട്ടുണ്ട്. കുറച്ചേ ഞാൻ സൺഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് എണ്ണ അങ്ങനെ ചെറുതായിട്ട് ചൂടായിട്ട് വരണേ ഉള്ളൂ. ഞാൻ ചെറിയ സ്റ്റൗവിലാണ് വെച്ചത്, ചെറിയ ഫ്ലെയിമിലുള്ള സ്റ്റൗവിലാണ് വെച്ചത്. അപ്പോൾ ഇങ്ങനെ എണ്ണ ചൂടായിട്ട് വരണേ ഉള്ളൂ. മറ്റേ സ്റ്റൗവിലൊരു സാധനം വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ആദ്യം അതിലേക്ക് ഇഞ്ചി ചതച്ചത്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഇഞ്ചിയും അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി 2 കൂടി ചതച്ചത് ആദ്യം ഈ എണ്ണയിലേക്ക് ഇടുക. അപ്പം ഞാൻ ഈ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്ത കാരണം കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ ഒരു വെള്ള പത പോലെ വരണത്. അപ്പം അത് 2 കൂടി മിക്സ് ചെയ്ത കാരണം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടപ്പോഴാണ് ഇപ്പോൾ ഈ പത വരണത്. കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാവും. ഇനി അത് നന്നായിട്ട് ഒന്ന് വഴറ്റി വരണം. പത കുറേശ്ശെ തോന്നുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഞാനിതിന് 3 പച്ചമുളക് കീറിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഞാനിതിൽ 3 പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമുളക് ഒന്നും കൊണ്ട് വാടി വരണം. പച്ചമുളകിൻ്റെ നമ്മൾ ആദ്യമായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം ഇട്ടത്.
അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് വാടി വന്നപ്പോഴാണ് പച്ചമുളക് ഇട്ടത്. ആ പച്ചമുളകും അതിൻ്റെ ഒരു പച്ചമണം അല്ലെങ്കിൽ അതിലൊന്നും കൊണ്ട് വഴറ്റി വരണം. അപ്പോഴാണ് നമ്മളിനി അടുത്ത ഐറ്റംസ് ഇടുന്നു. ഇനി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മളുടെ സവോള ഞാനിതിൽ 2 സവോള എടുത്തിരിക്കുന്നത്. മിനിമം വലിപ്പമുള്ള സവോളയാണ്. ഇപ്പോൾ സവോളയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. ഇപ്പോൾ എന്നാലും ഞാനൊരു മിനിമം 2 സവോള എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിലേക്കുള്ള ടേസ്റ്റ് എന്തായാലും നിലനിൽക്കണമല്ലോ. ഞാൻ മിനിമം 2 സവോള ഇട്ടിട്ടുണ്ട്. ഇനി സവോളയും നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അപ്പോൾ എനിക്ക് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ സവോള ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇപ്പോൾ ഈ കത്തിയുണ്ട് അരിഞ്ഞപ്പോൾ ഞാനത് ശരിക്കായിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് നമ്മൾ ഈ എണ്ണയിലിട്ടൊരു വഴറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, അതിലത്തെ പതയൊക്കെ പോയി ശരിക്കും എണ്ണ പോലെ തന്നെ. എന്തായാലും നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ 2 തക്കാളി. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എന്താ പറയുക, ഞണ്ട്, അതുപോലെ തന്നെ കൂന്തൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണ ഏകദേശം അതേപോലെ തന്നെയാണ് ഇതും നമ്മൾ വെക്കുക. ഈ തക്കാളിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. നമുക്ക് നാടൻ കറിവേപ്പില നിങ്ങളുടെ വീട്ടുകളിലൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കറിവേപ്പില ഇട്ടാൽ മാത്രമാണ് ഏത് കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും മേടിച്ചതാണെങ്കിലും ചിലപ്പം കറിവേപ്പില ഇടാതെ ഞാനൊരു കറി ഉണ്ടാക്കാറില്ല. കറിവേപ്പില അത്ര ഒരു കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ അത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കറിവേപ്പില. ഇനി ആ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതേപോലെ ഞാൻ തക്കാളി ഈ സവോളയുടെ കൂടെ കൂട്ടിയിട്ട് ഞാനിതിലൊരു ലേശത്തിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടാക്കി ഞാനൊന്ന് വെതറിയത് ലേശം ഉപ്പ് വെതറിയതാണ്. അപ്പോൾ ഈ സവോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇനി വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ നല്ല തീ കൂട്ടി വയ്ക്കാതെ ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ നല്ല തീ കൂട്ടി വെച്ച് ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വലിയ ഫ്ലെയിമിലാണ് വെക്കുന്നത് വെച്ചെങ്കിൽ കുറച്ചിട്ട് വെക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഞാൻ വറുത്തതാണ് ഇട്ടത്. ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടില്ല. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ, ഏകദേശം 1.5-2 ടീസ്പൂണോളം മുളക് പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. 2 കൂടി വറുത്തതാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല. നമ്മൾ സാധാരണ നമ്മൾ മേടിക്കുന്ന പാക്കറ്റിലുള്ള എല്ലാതും കൂടിയിട്ട് പൊടിച്ച് വെച്ചത് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ പൊടിച്ച് വെച്ചത് ഇടുകയാണെന്ന് വെച്ചെങ്കിൽ 1 ടീസ്പൂണ് മാത്രം ഇട്ടാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ കുറേശ്ശെ ഇട്ടെടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്കൊക്കെ നമ്മൾ സാധാരണ എടുക്കുന്നത് അതേ അളവിൽ. അപ്പോൾ എത്രയാണ് നമ്മുടെ മസാല നമ്മൾ കൂട്ടി വെക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാല ഇടുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നൈസായിട്ട് ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. തള വന്നിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. ഈ മസാല ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഞാനിതിലൊരു 1.5 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാൻ അയോഡൈസർ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അയോഡൈസർ സാൾട്ട്, അതിന് കുറച്ചും കൂടി ഉപ്പ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക്, ഉപ്പിൻ്റെ രസം.
അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ മേടിക്കുന്നത് അത് മേടിക്കുന്നത് തന്നെയാണ് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ നന്നാക്കിയിട്ട് വെള്ളം വാരാൻ വെച്ചിട്ടുള്ള കൂണ് നന്നായിട്ട് നമ്മൾ ഈ കൂണും അതുപോലെ തന്നെ മസാലയും കൂടി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇത് ഇപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് ആവിയിൽ അടഞ്ഞ് വേവണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് വരിക. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് എടുക്കാൻ പോവുകയാണ്. 20 മിനിറ്റ് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ 20 മിനിറ്റ് വരെ ഞാനത് തുറന്നിട്ടുണ്ട്. അങ്ങനെ അടച്ച് വേവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്ക് കുറച്ച് എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു അടപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വലിപ്പമുള്ള വെച്ചിട്ട് ഗ്യാസിൽ പോയാൽ നീരാവി കുറച്ചും കൂടി പുറത്ത് പോയിട്ട് പോകുന്നുണ്ട്. അതാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ കറിയുടെ പോലത്തെ. എനിക്ക് ലേശം ചെറിയൊരു മല്ലിച്ചപ്പിൻ്റെ ഇലട്ട വീണ്ടും ഞാൻ അടച്ചു വെച്ചു ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേവ് ഇത്തിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചതാണ്. ഇനി ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയപ്പോൾ കപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല കുഴമ്പ് രൂപത്തിലുള്ള റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലേ ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലുള്ള. ഇനി നല്ലോണം വറ്റിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള പോലെ ആക്കണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിന്ന് കുറച്ച് രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയിലേക്കുള്ള സൈഡ് ഡിഷായിട്ടാണ് ഞാനിപ്പോൾ ഈ കൂണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിയിലേക്കൊക്കെ നല്ല രസമായിരിക്കും. എന്നാൽ ഞാൻ ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് കൂണ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂണ് കറി ഉണ്ടാക്കുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ വല്ലപ്പോഴേ നമുക്ക് കൂണ് കിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും പച്ചക്കറി കടകളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും ഈ കൂണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ഈ കൂൺ റോസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുടെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓൾ എന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരികയുള്ളൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.